നബി തങ്ങൾ പറയുന്നു, മനുഷ്യൻ ഭയപ്പെടുന്ന രണ്ട് കാര്യം, മൗത്ത് മരണമാണ്, രണ്ടാമത്തേത് ഫഖർ ദാരിദ്ര്യമാണ്. നബി തങ്ങൾ പറയുന്നു, ഒന്നാമതായി പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നിന്നും നമുക്ക് ഒരിക്കലും രക്ഷ കിട്ടൂല, എപ്പോഴാണെങ്കിലും നമ്മൾ മരിക്കും, ഉറപ്പാണ്. പക്ഷെ രണ്ടാമത്തെ കാര്യം എന്താണ്? ദാരിദ്ര്യം. ഈ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് പുറത്തു വരാം. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ, ചില കാര്യങ്ങൾ ഒഴിവാക്കിയാൽ, ചില കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചാൽ ദാരിദ്ര്യം മാറി നമുക്ക് ജീവിതത്തിൽ നന്മയും ഐശ്വര്യവും ബറക്കത്തും ഉണ്ടാകും. മഹാനായ ഷർവാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഹാഷിയയിൽ, അതുപോലെ സ്വലാഹുദ്ദീൻ എന്ന കിതാബിലൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ, നമ്മൾ വേണ്ടാന്ന് വെച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും, അല്ലെങ്കിൽ മുടിഞ്ഞു പോകും എന്നൊക്കെ പണ്ട് പറയുമല്ലോ, മുടിഞ്ഞു പോകൂടാ നീ എന്നൊക്കെ. അതായത് എന്താ? നശിച്ചു പോകും. ഒരു ശാപത്തിന്റെ വാക്കാണ് അതൊക്കെ. അപ്പൊ ശാപം കിട്ടുന്നവരായി നമ്മൾ മാറിപ്പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആരാണത്? ഏകദേശം 22ഓളം കാര്യങ്ങളുണ്ട്. 22 കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിച്ചില്ല. ഇതൊക്കെ നമ്മൾ നിസ്സാരമായി കാണുന്ന കാര്യങ്ങളാണ്, നിസ്സാരമായി കാണുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് ഉപേക്ഷിച്ചില്ല എങ്കിൽ വലിയ ആപത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഒന്നാമത്തെ കാര്യം മഹത്തുക്കൾ പറയുന്നു, എന്തെന്നറിയോ? മക്ബറകളിൽ ചിരിക്കലാണ്. മക്ബറയിൽ ചിരിക്കില്ല. അതെന്താ ഉസ്താദെ? ഒരു മയ്യിത്ത് അടക്കൽ വന്നാൽ, ഞാൻ ശ്രദ്ധിച്ചിട്ട് ഈ പള്ളിയിലൊക്കെ പുരുഷന്മാരിങ്ങനെ ആരെങ്കിലൊക്കെ മരിച്ചിട്ട് കബറടക്കാൻ വേണ്ടി, മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ വരുമ്പോൾ എന്ത് കളിയും ചിരിയാന്നറിയോ? അതായത് മരണപ്പെട്ട വീട്ടിൽ അല്ലെങ്കിൽ എന്താണ് മയ്യത്തിന്റെ മുമ്പിൽ, മയ്യത്തിന്റെ അടുക്കൽ വെച്ചിട്ട് ചിരിക്കുക. ഒരു ഗൗരവം കൊടുക്കുന്നില്ല, ഒരു ബഹുമാനം കൊടുക്കുന്നില്ല. മയ്യത്തിനെ കണ്ടാൽ എഴുന്നേക്കണമെന്നാണ്, ബഹുമാനിക്കണമെന്നാണ്, അത് ആരുടെ മയ്യത്താണെങ്കിലും. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് വരും? ദാരിദ്ര്യം വന്നു ചേരും. അതുകൊണ്ട് മരിച്ച വീട്ടിൽ പോയിട്ട് കളിയും ചിരിയും തമാശയൊന്നും പറയാൻ നിൽക്കണ്ട. അവിടെ നമ്മൾ ഞാനും ഒക്കെ ഇങ്ങനെ മരിച്ചു കിടക്കേണ്ടവനാണല്ലോ പടച്ചോനെ എന്ന ചിന്തയായിരിക്കണം ഉണ്ടാവേണ്ടത്.